ആകാശത്തിൽ പ്രപഞ്ചത്തിന്റെ അതിവിദൂരമായ കോണുകളിൽ നക്ഷത്രങ്ങൾ ജനിക്കുന്നു, അവ തിളക്കം മാർന്ന് ജീവിക്കുന്നു, ഒടുക്കം മരണപ്പെട്ടു പോകുന്നുമുണ്ട്. എന്നാൽ നക്ഷത്രങ്ങളുടെ മരണം വിവരണങ്ങൾക്കതീതമായ രീതിയിൽ അതിഗംഭീരമാണ്, അസാധാരണമാണ്, അതിവിശേഷപ്പെട്ടതാണ്. 2018 പ്രത്യേകിച്ച് ആകാശവിസ്മയങ്ങളൊന്നും പ്രതീക്ഷിക്കാതിരുന്ന ഒരു ദിവസം പ്രകാശത്തിന്റെ ഒരു കിരണം ഭൂമിയിൽ വന്ന് പതിച്ചു. വളരെ നേർത്തതും ഒരുപക്ഷെ സാധാരണഗതിയിൽ അത്ര ശ്രദ്ധിക്കാൻ പോകുന്നതുമായിരുന്നില്ല ഈ പ്രകാശം. എന്നാൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗായ എന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ സെൻസറുകൾ ഈ വെളിച്ചം പിടിച്ചെടുത്തു. ഒരു അന്വേഷണത്തിലേക്കും കണ്ടുപിടുത്തത്തിലേക്കും ബിഗ് ബാങ്ങിന് ശേഷം ഏറ്റവും ശക്തമായ നക്ഷത്ര വിസ്ഫോടനമാണ് നടന്നത് എന്നുള്ള തിരിച്ചറിവിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പായിരുന്നു ഇത്. അതെ, ഗായ 18CDJ എന്ന് പേരിട്ടിരിക്കുന്ന നക്ഷത്ര വിസ്ഫോടനത്തെ കുറിച്ചുള്ള കൗതുകങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗരയൂഥം ഉൾക്കൊള്ളുന്ന നമ്മുടെ ക്ഷീരപഥത്തെക്കുറിച്ചുള്ള വിശദമായ പഠനത്തിന് വേണ്ടിയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി ഗായ എന്ന സ്പേസ് ക്രാഫ്റ്റ് വിക്ഷേപിച്ചിരിക്കുന്നത്. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിലെ ഏകദേശം 1 ബില്യണോളം നക്ഷത്രങ്ങളുടെ സ്ഥാനവും അവയുടെ തിളക്കവും പഠിക്കുകയാണ് ഗായയുടെ ലക്ഷ്യം. എന്നാൽ ഗായ സ്പേസ് ക്രാഫ്റ്റിന് മറ്റൊരു വിശേഷത കൂടിയുണ്ട്. നക്ഷത്രങ്ങൾ ഉണ്ടാക്കുന്ന വളരെ ക്ഷണികമായ, പെട്ടെന്ന് മാഞ്ഞു പോകുന്ന വെളിച്ചം പിടിച്ചെടുക്കാനുള്ള കഴിവ്. ഗായ സ്പേസ് ക്രാഫ്റ്റിന്റെ ഈ കഴിവാണ് 2018 സെപ്റ്റംബർ മാസം 9 ആകാശത്തുണ്ടായ ഈ ക്ഷണികമായ വെളിച്ചത്തെ പിടിച്ചെടുക്കാനുള്ള കാരണമായി തീർന്നത്. പിന്നീട് ആ പ്രകാശ ബിന്ദുവിന് ഗായ 18CDJ എന്ന് പേരിടുകയും ചെയ്തു. ആദ്യത്തെ കാഴ്ചയിൽ ഇതും ഒരു സൂപ്പർനോവ തന്നെ ആയിരിക്കാം എന്നാണ് ശാസ്ത്രജ്ഞർ കരുതിയത്. എന്നാൽ ഇത് ഉറപ്പാക്കാൻ കൂടുതൽ വിശകലനങ്ങളും അന്വേഷണങ്ങളും നടത്തേണ്ടി വന്നു. ഗാലക്സികളിലും നക്ഷത്രക്കൂട്ടങ്ങളിലും പൊതുവെ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് സൂപ്പർനോവ. നക്ഷത്രങ്ങൾ ജ്വലിക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രവർത്തനം മൂലമാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. നക്ഷത്രങ്ങളുടെ ഉൾക്കാമ്പുകളിൽ ഹൈഡ്രജൻ വാതകങ്ങൾ തമ്മിൽ കലർന്ന് ഹീലിയമായി മാറുമ്പോഴാണ് നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നതും ചൂട് പുറപ്പെടുവിക്കുന്നതും. ഒരു ഘട്ടത്തിൽ ഹൈഡ്രജൻ ഇന്ധനം തീർന്നു കഴിയുമ്പോൾ പിന്നീട് ജ്വലിക്കാൻ ആവാതെ നക്ഷത്രത്തിന്റെ പുറംപാളി ഉഗ്രമായി പൊട്ടിത്തെറിക്കുന്നതിനെയാണ് സൂപ്പർനോവകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ പൊട്ടിത്തെറിച്ചു പോയ നക്ഷത്രത്തിന്റെ അവശിഷ്ടം അതിന്റെ നക്ഷത്ര പിണ്ഡത്തിനനുസരിച്ച് ന്യൂട്രോൺ സ്റ്റാർ, പൾസാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ആയി തീർന്നേക്കാം. ഇതിനെപ്പറ്റി വിശദമായ ഒരു വീഡിയോ മുമ്പ് ചെയ്തത് നമ്മുടെ ചാനലിലുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. സൂപ്പർനോവകൾ ഉണ്ടാകുമ്പോൾ അഥവാ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ അതിഭീമമായ അളവിൽ പ്രകാശം പുറപ്പെടുവിക്കും. സാധാരണയായി ഒരു സൂപ്പർനോവ അതിന്റെ പൂർണ്ണ പ്രകാശ തീവ്രതയിലേക്ക് ചിലപ്പോൾ ദിവസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ കൊണ്ട് എത്തുകയും പിന്നീട് ഏതാനും ആഴ്ചകളോ അല്ലെങ്കിൽ ചില മാസങ്ങളോ കൊണ്ട് പ്രകാശ തീവ്രത കുറഞ്ഞ് മങ്ങിപ്പോവുകയും ചെയ്യും. ഇതാണ് സാധാരണഗതിയിൽ സൂപ്പർനോവയുടെ ഒരു സ്വഭാവം. എന്നാൽ ഇവിടെ ഗായ 18CDJ എന്ന ഈ പ്രകാശ വസ്തു അതിന്റെ പ്രകാശം മങ്ങുന്നതായി കണ്ടില്ല. ഇതുകൊണ്ടാണ് തങ്ങൾ കണ്ടെത്തിയ പ്രകാശവസ്തു ഒരു സൂപ്പർനോവ തന്നെയാണോ എന്ന് ശാസ്ത്രജ്ഞർ ആദ്യമായി സംശയിക്കാൻ കാരണമായത്. ഇവിടെ ഈ വസ്തുവിന്റെ പ്രകാശം മങ്ങിയില്ല എന്ന് മാത്രമല്ല, ആദ്യമായി കണ്ട ദിവസം തൊട്ട് 200 ദിവസം എടുത്താണ് ആ വസ്തുവിന്റെ പ്രകാശം അതിന്റെ തീവ്രതയിൽ ഏറ്റവും തീവ്രതയിലെത്തിയത്. അതുകൊണ്ടും തീർന്നില്ല, പ്രകാശ തീവ്രത അതിന്റെ ഉന്നതിയിൽ എത്തിയ ശേഷം മങ്ങുകയായിരുന്നില്ല, മറിച്ച് സ്റ്റേബിളായി, സ്ഥിരമായി കാണപ്പെട്ടു. ആ സ്ഥിരത ഏകദേശം 3 വർഷത്തോളം തുടർന്നു. ഒരിക്കലും സൂപ്പർനോവകൾ ഇത്തരത്തിലൊരു സ്വഭാവം കാണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞർ ഈ വസ്തുവിന്റെ പ്രകാശത്തെ സ്പെക്ട്രോഫോട്ടോമെട്രിക്ക് വിധേയമാക്കി. ഒരു പ്രകാശകിരണത്തിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ കോമ്പൗണ്ടുകൾ എന്തെല്ലാമാണെന്ന് പഠിക്കുന്ന, വിശകലനം ചെയ്യുന്ന മാർഗമാണ് സ്പെക്ട്രോഫോട്ടോമെട്രി. നക്ഷത്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സൂപ്പർനോവകളിൽ നിന്നോ വരുന്ന പ്രകാശകിരണം ഇത്തരത്തിൽ സ്പെക്ട്രോഫോട്ടോമെട്രിക് പഠനത്തിന് വിധേയമാക്കിയാൽ അതിൽ ആ നക്ഷത്രത്തിന്റെ അല്ലെങ്കിൽ സൂപ്പർനോവയുടെ ഒരു പ്രത്യേക സിഗ്നേച്ചർ ഉണ്ടാവും. അത് നക്ഷത്രങ്ങൾക്കുള്ളിൽ എന്തെല്ലാം എലമെന്റുകൾ അടങ്ങിയിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുകയും ചെയ്യും. അയൺ, സിലിക്കോൺ, ഹൈഡ്രജൻ എന്നീ മൂലകങ്ങളുടെ സാന്നിധ്യമാണ് സാധാരണഗതിയിൽ ഇത്തരം പ്രകാശങ്ങളിൽ ഉണ്ടാവാറുള്ളത്. എന്നാൽ ഗായ 18CDJ എന്ന ഈ പ്രകാശ സോഴ്സിൽ നിന്ന് വന്ന പ്രകാശത്തിൽ ഇതൊന്നുമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതിന്റെ അർത്ഥം ആ പ്രകാശം വന്നത് സൂപ്പർനോവയിൽ നിന്നോ അല്ലെങ്കിൽ നക്ഷത്രത്തിൽ നിന്നോ അല്ല എന്നാണ്.
പകരം ഒരു നക്ഷത്രം എന്തെങ്കിലും ശക്തമായ ഗുരുത്വാകർഷണമുള്ള വസ്തുവിനെ, ഒരുപക്ഷെ ഒരു ബ്ലാക്ക് ഹോളിനെ ചുറ്റുമ്പോൾ ആ നക്ഷത്രം അതിതീവ്രമായി ഉത്ഭവിപ്പിക്കുന്ന അല്ലെങ്കിൽ പുറത്തുവിടുന്ന പ്രകാശത്തിന്റെ തീവ്രതയാണ് ഗായ 18 CDJ എന്ന ഈ പ്രകാശ വസ്തുവിൽ കണ്ടെത്തിയത്. അന്നോളം അറിയപ്പെട്ടിരുന്നതിൽ ഏറ്റവും പ്രകാശമാനമായ, ഏറ്റവും തീവ്രമായ സൂപ്പർനോവ എന്ന റെക്കോർഡ് ഉണ്ടായിരുന്നത് SN 2016 APS എന്ന സൂപ്പർനോവയ്ക്കായിരുന്നു. ഇതിനേക്കാൾ 25 മടങ്ങ് അധികം പ്രകാശമാണ് ഗായ 18 CDJ എന്ന ഈ പ്രകാശ വസ്തു പുറപ്പെടുവിച്ചത്. 10 ബില്യൺ വർഷം കൊണ്ട് 100 സൂര്യന്മാർ പുറപ്പെടുവിക്കുന്ന അത്രയും പ്രകാശമാണ് ഒറ്റ വർഷം കൊണ്ട് ഗായ 18 CDJ എന്ന ഈ പ്രകാശ വസ്തു പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷ ശാസ്ത്രജ്ഞർ ഈ വസ്തുവിനെ ഒരു പുതിയ കോസ്മിക് ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ പേരാണ് എക്സ്ട്രീം ന്യൂക്ലിയർ ട്രാൻസിയൻസ്, ENT. ഇത്തരം വസ്തുക്കൾ നക്ഷത്രങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ആളലോ അല്ലെങ്കിൽ ജ്വലനമോ അല്ല, മറിച്ച് ഒരു നക്ഷത്രത്തിന്റെ അതിവിനാശകരമായ അന്ത്യമാണ് കാണിക്കുന്നത്. ഇത് സംഭവിക്കുന്നതോ സൂര്യനേക്കാൾ നൂറുകണക്കിന്, ചിലപ്പോൾ ലക്ഷക്കണക്കിന് മടങ്ങ് പിണ്ഡമുള്ള ബ്ലാക്ക് ഹോളുകൾ നമ്മുടെ സൂര്യനേക്കാൾ അനേകം മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങളെ ആകർഷിക്കുമ്പോഴാണ്, തങ്ങളിലേക്ക് വലിച്ചെടുപ്പിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വിഴുങ്ങുമ്പോഴാണ്. സാധാരണ സൂപ്പർനോവകളെ പോലെ പ്രകാശം പെട്ടെന്നുയർന്ന് അതിന്റെ ഏറ്റവും ഉന്നതിയിലെത്തി മങ്ങിപ്പോകുന്നതല്ല എക്സ്ട്രീം ന്യൂക്ലിയർ ട്രാൻസിയന്റുകളുടെ അല്ലെങ്കിൽ ENTകളുടെ രീതി. അവരുടെ എനർജി ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഊർജ വിസർജനം എന്ന് പറയുന്നത് അതിഭീമമായ അളവിലായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു എക്സ്ട്രീം ന്യൂക്ലിയർ ട്രാൻസിയന്റ് ആണ് ഗായ 18 CDJ എന്ന ഈ പ്രകാശ വസ്തു. ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 16.7 പ്രകാശവർഷം അകലെയുള്ള അക്വില എന്ന കോൺസ്റ്റലേഷനിൽ നക്ഷത്ര സമൂഹത്തിലാണ് ഗായ 18 CDJ എന്ന ഈ പ്രകാശ വസ്തു ഉള്ളത്. ഗായ BH3 എന്ന അതിഭീമമായ ഒരു തമോഗർത്തവും അതിന്റെ ഒരു കമ്പാനിയൻ നക്ഷത്രവുമാണ് ഈ പ്രതിഭാസത്തിന് പിന്നിൽ. ബ്ലാക്ക് ഹോളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്ന ഏതൊരു വസ്തുവും നേരിട്ട് ബ്ലാക്ക് ഹോളിലേക്ക് വീഴുകയല്ല, മറിച്ച് ആ ബ്ലാക്ക് ഹോളിനെ ഒന്ന് ചുറ്റി വലം വെച്ചാണ് ബ്ലാക്ക് ഹോളിനുള്ളിലേക്ക് പതിക്കുക. ഇതിനെ അക്രീഷൻ ഡിസ്ക് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഗായ BH3 എന്ന ഈ തമോഗർത്തം, ബ്ലാക്ക് ഹോൾ, അതിന്റെ കമ്പാനിയൻ നക്ഷത്രത്തെ അതിലേക്ക് വലിച്ചെടുപ്പിക്കുമ്പോൾ ആ ഗുരുത്വബലത്തിൽപ്പെട്ട് നക്ഷത്രം പുറപ്പെടുവിച്ച അതിഭീമമായ പ്രകാശമായിരുന്നു ഭൂമിയിൽ നിന്ന് ശാസ്ത്രജ്ഞർ വിശകലനം ചെയ്തത്. ഈ പ്രകാശത്തെയാണ് ഗായ 18 CDJ എന്ന് പേരിട്ടിരിക്കുന്നത്. സൂപ്പർ മാസീവായ അല്ലെങ്കിൽ അതിഭീമമായ പിണ്ഡമുള്ള തമോഗർത്തങ്ങൾ, ബ്ലാക്ക് ഹോളുകൾ നക്ഷത്രങ്ങളെ ഭക്ഷിക്കും, അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ തങ്ങളിലേക്ക് വലിച്ചെടുപ്പിക്കും, വിഴുങ്ങും എന്നതിന് തെളിവാണ് ഗായ 18 CDJ. ഗായ 18 CDJ എന്ന ഈ പ്രകാശ വസ്തുവിന്റെ കണ്ടെത്തൽ കോസ്മിക് റൂളുകളെ തിരുത്തിയെഴുതാൻ പോകുന്നവയാണ്. സൂപ്പർ മാസീവായ ബ്ലാക്ക് ഹോളുകൾ, അതിഭീമമായ പിണ്ഡമുള്ള തമോഗർത്തങ്ങൾ നക്ഷത്രങ്ങളെ വിഴുങ്ങും അല്ലെങ്കിൽ തങ്ങളിലേക്ക് വലിച്ചെടുപ്പിക്കും എന്നതിന് തെളിവാണ് ഈ കണ്ടെത്തിയത്. തമോഗർത്തങ്ങളെ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പഠിക്കാനും അവയുടെ വശങ്ങളിൽ സമീപ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡുകൾ, ഗാലക്ടിക് ന്യൂക്ലിയൈ എന്നിവയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു പുതിയ വഴിയാണ് ഈ കണ്ടുപിടുത്തത്തോടെ ശാസ്ത്രജ്ഞർക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത്. അതുമാത്രവുമല്ല, കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾക്ക് ഇപ്പുറം നിന്നാണ് ശാസ്ത്രജ്ഞർക്ക് ഈ വെളിച്ചം കാണാനായത് എന്നുള്ളത് കൊണ്ട് തന്നെ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ ഗാലക്സികൾ രൂപപ്പെടുത്തുന്നതിന്റെ ഒരു ചരിത്രം, ഒരു സയൻസ് അറിയാൻ ശാസ്ത്രജ്ഞർക്ക് ഇതിനാൽ സാധിച്ചേക്കാം. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗായ സ്പേസ് ക്രാഫ്റ്റ് മാത്രമല്ല, സ്വിക്കി ട്രാൻസിയൻ ഫെസിലിറ്റി, വെറ റൂബിൻ ഒബ്സർവേറ്ററി എന്നിവയെല്ലാം നിരന്തരമായി ആകാശവീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയിൽപ്പെട്ട ഒബ്സർവേറ്ററികളാണ്. ഇനി മുതൽ അങ്ങോട്ട് ഗായ 18 CDJ പോലെയുള്ള ആകാശ വിസ്മയങ്ങൾ നമുക്ക് പുതുമയായിരിക്കുകയില്ല. ഗായ 18 CDJ എന്ന ഈ പ്രകാശ വസ്തു, ഈ അന്തരീക്ഷ വിസ്മയം, ആകാശ വിസ്മയം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പല കാര്യങ്ങളുമുണ്ട്. ചന്ദ്രനും നക്ഷത്രങ്ങളും നിറഞ്ഞ ഒരു രാത്രിമാനത്തിന് നമ്മൾ കാണുന്നത് പോലെ തെളിഞ്ഞ ശാന്തമായ സ്വഭാവമല്ല ഉള്ളത്. അതിഭീമമായ, അതിഭീകരമായ പൊട്ടിത്തെറികളും സർവ്വവിനാശകരമായ മരണങ്ങളും സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ നക്ഷത്രങ്ങൾ പിറവിയെടുക്കുന്നുമുണ്ട്. തെളിഞ്ഞ ആകാശത്ത് കാണപ്പെടുന്ന ഓരോ ചെറു ജ്വലനങ്ങളും അതിഭീമമായ ഇരുട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഓരോ നക്ഷത്രവും പുറന്തള്ളുന്ന അവസാനത്തെ പ്രകാശകണികയാവാം. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.